ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ തകർപ്പൻ ഷോപ്പ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ 29 മുതൽ ഓഗസ്റ്റ് 15 വരെ. വിസിറ്റ് ടുഡേ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. നാടെങ്ങും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പട്ടാമ്പി നഗരസഭയിൽ നടന്ന ശുചീകരണം നഗരസഭാ ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നഗരസഭയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാതല ഉദ്ഘാടനം ചെയർപേഴ്സൺ ലക്ഷ്മിക്കുട്ടി നിർവഹിച്ചു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി നമ്മൾ മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ മാസ് ശുചീകരണം ഇവിടെ നടത്തുന്നത്. 18, 19 തീയതികളിൽ കേരളത്തിലെമ്പാടും എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള മാസ് ക്ലീനിങ്ങുകൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഇന്ന് ശങ്കരമംഗലം ഭാഗത്താണ് ഈ ക്ലീനിങ് നടത്തുന്നത്. നമുക്കറിയാം, പട്ടാമ്പി നഗരസഭ വലിച്ചെറിയൽ മുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ഒരു വലിച്ചെറിയപ്പെടുന്ന ഒരു സ്വഭാവം ഇന്ന് ഈ ശങ്കരമംഗലം ഭാഗത്ത് മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ. കാരണം നമുക്കറിയാം, നമ്മൾ തുടർച്ചയായി ക്ലീനിങ് നടത്തിയിരുന്ന നമ്പറം ഭാഗങ്ങളിലാണ്. ആ നമ്പറം ഭാഗങ്ങളിൽ ഇന്ന് വളരെ ക്ലീൻ ആയിട്ടാണ് ഇന്ന് കിടക്കുന്നത്. അതിൻ്റെ കാരണം ഇന്ന് CCTV വെച്ചതുകൊണ്ട് മാത്രമാണ്. ഈ ഭാഗത്ത് നമ്മൾ CCTV കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കൊടുന്ന് തള്ളുന്നത് കുറയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായി നമുക്കറിയാം, മഴ പെയ്യുന്നതോടുകൂടി എല്ലാ തരത്തിലുള്ള രോഗങ്ങളും പിടിപെടാനുള്ള സാധ്യത കൂടുതലാണ്. ശങ്കരമംഗലം ഇരട്ടക്കുളം സമീപത്താണ് ശുചീകരണ പ്രവൃത്തിയുടെ നഗരസഭാ ഉദ്ഘാടനം നടന്നത്. മഴയ്ക്ക് മുൻപേ എന്ന തലക്കെട്ടിൽ 2 ദിവസമായാണ് ശുചീകരണം നടക്കുന്നത്. ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KT റുക്കിയ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CA റാസി, ദീപ, ശ്രീനിവാസൻ, സെക്രട്ടറി ബ്ലസ്സി സെബാസ്റ്റ്യൻ, ക്ലീൻ സിറ്റി മാനേജർ സുബ്രഹ്മണ്യൻ, ഹെൽത്ത് സൂപ്പർവൈസർ അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഹരിത കർമ്മസേന പ്രവർത്തകർ, ശുചീകരണ തൊഴിലാളികൾ, നാട്ടുകാർ, പരിസ്ഥിതി പ്രവർത്തകർ, അംഗനവാടി വർക്കർമാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു. ശുചീകരണ പ്രവൃത്തികൾക്ക് മുന്നോടിയായി വിളംബര ജാഥയും ഉണ്ടായിരുന്നു. രാജേന്ദ്രനുണ്ട്.